പുഷ്പ ടു ദ റൂൾ. ഈ പടം അല്ലു അർജുൻ്റെ കട്ട ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അല്ലു അർജുൻ ഏട്ടാ മരിക്കാൻ നടക്കുന്ന ഫാൻസ് ഉണ്ടല്ലോ, അവരാണ് ഈ പടത്തിൻ്റെ കറക്റ്റ് ഓഡിയൻസ്. അല്ലാതെ ആര് കണ്ടാലും ഇതെന്ത് കത്തിപ്പടവടെ അങ്ങനെ തോന്നത്തുള്ളൂ. ഇതിൽ അല്ലു അർജുനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാം ആവശ്യത്തിൽ കൂടുതൽ സുകുമാർ എഴുതി വെച്ചിട്ടുണ്ട്. സുകുമാർ എന്ന് പറഞ്ഞാൽ അല്ലു അർജുന് ദൈവത്തെ പോലെയാണ്. ആര്യ, ലാസ്റ്റ് പുഷ്പ, അതിലൂടെ നാഷണൽ അവാർഡ് വരെ കൊണ്ടുവന്നു. അതിന് നാഷണൽ അവാർഡ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഇതിന് ഓസ്കാർ തന്നെ കൊടുക്കണം. അത്രയും അഭിനയ മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ഇനി പറയുന്നതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടം കണ്ടവരും ഈ പടം ഞാൻ ഇനി കാണത്തേയില്ല എന്നുള്ളവർ മാത്രം തുടർന്ന് കാണുക. രാമാനുജ തേങ്ങ ഉടക്കടാ ഭഗവാനെ. പടം തുടങ്ങുന്നത് അങ്ങ് ജപ്പാനിൽ നിന്നാണ്. പുഷ്പ കയറ്റിവിട്ട കുറേ ചന്ദനത്തിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നേരിട്ട് പിടിച്ചെടുക്കാനായിട്ട് അവിടെ പോയി, ജപ്പാനിൽ പോയി കുറേ ജപ്പാൻകാരെ ഇടിക്കുന്നിടത്തുനിന്നാണ് പടം തുടങ്ങുന്നത്. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കില്ല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദയ്ക്ക് കാശ് കൊടുക്കുന്നോ അതോ? ആ സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ കാണാവുന്നതാണ്. അതിൽ നിന്ന് പിന്നീട് ഒരു ഡ്രീം സീക്വൻസ്, അതിൽ നിന്ന് ഉണരുന്നു, പിന്നെ കഥ നോർമലി പോകുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഈ കഥ ചെന്ന് ലാസ്റ്റ് നിൽക്കുന്ന ഈ ജപ്പാനിലായിരിക്കുമെന്നാണ്. പക്ഷേ അത് സ്വപ്നത്തിൻ്റെ ഭാഗമായിരുന്നു. അത് അവസാനമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇതിലെ നായികയിലേക്ക് വരാം, രശ്മിക മന്ദാന. പുള്ളിക്കാരിക്ക് ആ ഫസ്റ്റ് പാർട്ടിൽ വിറപ്പിക്കാൻ കിട്ടിയ അത്രയും ചാൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ സ്പേസ് കുറവാണ്. എന്നാലും സെക്കൻഡ് ഹാഫിൽ കിട്ടിയേക്കുന്ന കുറച്ച് സമയം പുള്ളിക്കാരി നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു നാഷണൽ അവാർഡ് അങ്ങോട്ട് കൂടി വന്നേക്കാം. പിന്നെ പുള്ളിക്കാരി ഫീലിങ്സിൻ്റെ പ്രശ്നമുള്ള ആളാണ്. വേറൊന്നുമല്ല, അവർ ഈ മരം വെട്ടുകാരാണല്ലോ. അപ്പോൾ ഈ മരം വെട്ടി ഡീഫോറസ്റ്റേഷൻ അതൊക്കെ ഓർത്തിട്ടുള്ള ഫീലിങ്സ്. It's big, isn't it? Yes, Peter, it's very big. Yeah, it's big. Oh, God, yes! Yes! ഈ ഫീലിങ്സിൻ്റെ പ്രശ്നം പോരാഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പുള്ളിക്കാരിയുടെ ഭർത്താവ് സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഉടനെ കയറി ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. ആര്? ഫസ്റ്റ് പാർട്ടിൽ പൈസ കൊടുത്ത് ഉമ്മ വാങ്ങിച്ച ആളാണ്. പോരാത്തതിന് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ഐറ്റം ഡാൻസ്. ഇനി പടത്തിന്റെ മ്യൂസിക്കിലേക്ക് വരാം. DSP ആണ്. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കൊരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട് സംഗതി ടോപ്പ് ആയിട്ടില്ല, നമ്മള് വിടൂല. പാട് മഹാരാജ പാട്. മുടി കണ്ണി കുത്തുന്ന വെറൈറ്റി ആണ്. മാമൻ വന്നു എടടാ മച്ചാൻ വന്നു എടടാ. പുള്ളിയുടെ മാത്രം പ്രശ്നമല്ല, ലിറിക്സിൻ്റെയും കൂടെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ബീറ്റൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ. പക്ഷേ ലിറിക്സ് എന്തോന്നടേ ഇത് മലയാളത്തിൽ മാറ്റിയപ്പം വയലാർ എഴുതുന്ന പോലെ, അല്ല വയലാറിനെക്കാട്ടി മേലെ ആ രീതിയിലുള്ള എഴുത്തായിരുന്നുകൊണ്ട് മ്യൂസിക് പാട്ടൊന്നും അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ DSP ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM, എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസുകളിൽ കൊടുത്തേക്കുന്ന BGM ഒക്കെ വേറെ ലെവലായിരുന്നു. അത് നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസുകളെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ആക്ഷൻ സീനുകൾ തന്നെയാണ്. എസ്പെഷ്യലി ഈ പെൺവേഷം കെട്ടിയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. പെൺവേഷം കെട്ടിയിട്ടുള്ള ഇതെല്ലാം പോസ്റ്ററിൽ ആദ്യം റിലീസ് ചെയ്തിരുന്ന ആ ഒരു ഗെറ്റപ്പിൽ വരുന്നത്. ആ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിരുന്നു. വരുന്ന ഫൈറ്റ് സീക്വൻസ് എല്ലാം സൂപ്പറാണ്. എക്സെപ്റ്റ് ഒരു പാമ്പ് ഫൈറ്റ് ഉണ്ട് അവസാനം. അത് പാമ്പ് ഫൈറ്റ് എന്ന് വെച്ചാൽ അല്ലു അർജുൻ അങ്ങ് പാമ്പായിട്ട് മാറും. നോട്ട് ലിറ്ററലി. പുള്ളിയുടെ കൈയും കാലും കെട്ടിയിട്ടേക്കാണ്. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, എഴയാനല്ലേ പറ്റൂ പാമ്പിനെ പോലെ. അങ്ങനെ പുള്ളി പാമ്പിനെ പോലെ എഴഞ്ഞും ചാടിയും ഒക്കെ ആൾക്കാരെ കടിച്ച് കൊല്ലുകയാണ്. ആ ഒരു സീക്വൻസ് ഒഴികെ എല്ലാം നല്ല രസമായിരുന്നു. അതിൽ പുള്ളി പത്തി താഴ്ത്താത്ത മൂർഖനെ പോലെ താഴത്തില്ലടാ എന്ന് പറഞ്ഞ് ചാടി എല്ലാവരെയും കടിച്ചു കൊല്ലുന്നൊരു സീനുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു ഫൈറ്റിൽ അത്ര പോരാ എന്ന് തോന്നിയത്. ഇനി വില്ലൻ ഫഹദിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം, കുറച്ച് സ്പേസേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങോട്ട് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളതൊന്നും ആരും കണ്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ
ഫഹദ് എന്തോ കാണിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ തുടക്കം തൊട്ട് സെക്കൻഡ് ഹാഫിൻ്റെ പാതി വരെ പുള്ളിയുള്ളൂ, അതുവരെ നമ്മൾ നോക്കിയിരിക്കും, ഒന്നും സംഭവിക്കത്തില്ല. ആകപ്പാടെ ഫഹദ് അതിൽ ചെയ്യുന്നത് ഫഹദും അല്ലുവും കൂടെ അവർ സംസാരിക്കുന്ന വിസിലടിച്ചൊക്കെ സംസാരിക്കും. മറ്റേ കങ്കുവെ കണ്ടുപോലല്ല, ഇവർ നേരി കണ്ട് വിസിലടിച്ച് ഇവർക്ക് മാത്രം മനസ്സിലാവും. വിസിലും ആംഗ്യ ഭാഷയൊക്കെ ഉപയോഗിച്ച് ഇവർ സംസാരിക്കും, ഇവർക്ക് മാത്രം മനസ്സിലാവും. ഇവർ തമ്മിലാണോ പ്രേമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന പോലത്തെ കുറേ സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സീരിയൽ പാസമാണ്. അണ്ണാത്തേലെ രജനിക്ക് വരെ ടഫ് കൊടുക്കുന്ന സീരിയൽ പാസമാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. கொஞ்சம் அங்கே பாரு கண்ணா. പടം വലിച്ചങ്ങ് നീട്ടുക, തീരേണ്ട അടുത്ത് അങ്ങ് തീരുന്നുമില്ല. 3 മണിക്കൂറുണ്ടേ. നമ്മൾ വാച്ചൊക്കെ നോക്കിയിരുന്നു, ഇതെന്താ തീരാത്തതെന്ന്. നമ്മൾ ഇപ്പം തീരും എന്ന് വിചാരിക്കുമ്പം പാസ് ഇട്ടങ്ങ് വലിച്ച് നീട്ടി 3 മണിക്കൂർ അങ്ങ് കൊണ്ടുപോവുക. പിന്നെ കുറേ സീൻസ് ഉണ്ട് ഇതിൽ. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസ് ഉണ്ടല്ലോ, അതിലെ സീൻസൊക്കെ നാണിച്ച് പോകുന്ന രീതിയിലുള്ള സീൻസൊക്കെ ഇതിലുണ്ട്. അതിൽ സ്പേസിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിൽ ലോറിയും ജീപ്പും എടുത്ത് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ പുഷ്പ പോകും. പിന്നെ പുഷ്പ ഇതിൽ പണക്കാരനാണല്ലോ. പണക്കാരെന്ന് വെച്ചാൽ 500 കോടി 1000 കോടിയൊക്കെ പറഞ്ഞാൽ പോലും പുള്ളിക്ക് ഒരു ഇതുമില്ല. എവിടുന്നായി പൈസ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ചില സമയത്ത് തോന്നിപ്പോയി പുള്ളിയുടെ വീട്ടിൽ തന്നെ നോട്ട് അടിച്ചങ്ങാണ്ട് എടുത്ത് കൊടുക്കുകയാണെന്ന്. അമ്മ അതിൽ പണക്കാരനാണ്. Peter, what are you doing here? Shouldn't you be at work? I quit my job, Lois. You what? Yeah, we're rich now. I don't need to be working. പിന്നെ പുഷ്പക്കുള്ള ഒരു പ്രശ്നം, ഈ ഭാര്യ പറയുന്നതെല്ലാം അങ്ങ് കേൾക്കും. ഭാര്യ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ലാസ്റ്റ് അങ്ങനെ ഭാര്യ അവർക്ക് ജനിക്കാതിരിക്കുന്ന കൊച്ചിനൊരു പേരങ്ങിടും, മുല്ലേരി വേലായുധൻ. മുള്ളംകൊല്ലിയല്ല കേട്ടോ. എന്തായാലും ഇത് കേട്ട് സഹിക്കാൻ വയ്യ കഴിഞ്ഞാൽ പുഷ്പ ലാസ്റ്റ് ബോംബ് വെച്ച് പടം അങ്ങ് തീർക്കും.